രാമായണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയാണ്. ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെ. ഇന്ത്യൻ സിനിമ ഇനി രാമായണയുടെ വിസ്മയ കാഴ്ചകൾ കാണുമെന്നും ഉറപ്പാണ്. അമ്പരപ്പിക്കുന്ന വിഷ്വൽ മാജിക് തന്നെയാകും ചിത്രത്തിൽ ഉണ്ടാകുക. രാമായണം സിനിമയാകുന്നുവെന്ന് ബോളിവുഡ് സംവിധായകൻ നിതേഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും എത്തുകയെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. പിന്നാലെ രാവണനായി ആരെത്തുമെന്ന ചോദ്യത്തിനും പിന്നീട് ഉത്തരം ലഭിച്ചു. കന്നഡ താരം യഷാണ് രാവണനായി എത്തുക. ഇത് വാർത്തകളിൽ ഇടം പിടിച്ചതോടെ ചിത്രം ഗംഭീര വിജയം നേടുമെന്ന് ആരാധകരും ഉറപ്പിച്ചു. അങ്ങനെ ചിത്രത്തിൻ്റെതായി വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കുമായി ആരാധകർ കാത്തിരിക്കുകയാണ്. വമ്പൻ താരനിരയും ബഡ്ജറ്റുമായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാകും രാമായണ എത്തുക. ഇപ്പോഴിതാ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് യഷിന് സ്ക്രീൻ ടൈം ഉണ്ടാകുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവണനായി വേഷമിടുന്ന യഷിന് ചിത്രത്തിന്റെ അവസാനത്തോടെയാകും യഷിനെ അവതരിപ്പിക്കുക. ആദ്യ ഭാഗത്തിൽ കൂടുതലും രാമന്റെ കഥ പറയാനാണ് അണിയറ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. സിനിമയുടെ അവസാനത്തോടെയാണ് യഷിന്റെ രാവണനെ അവതരിപ്പിക്കുന്നത്. അതുവഴി രണ്ടാം ഭാഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലേക്ക് കൂടുതൽ കൗതുകം സൃഷ്ടിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണമുണ്ടായിട്ടില്ല. 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ക്യാൻവാസിന്റെ വലിപ്പവും പിന്നിലുള്ള വിഷനുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒന്നു തന്നെയായിരുന്നു പുറത്തിറങ്ങിയ വീഡിയോ. അതിന് പിന്നാലെ ചിത്രത്തിന്റെ ബജറ്റും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു. $100 മില്യൺ, അതായത് 835 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അത് 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗത്തിന്റെ ബജറ്റ് മാത്രമാണെന്നും രണ്ടാം ഭാഗവും ഭീമമായ ബജറ്റിലാവും നിർമ്മിക്കപ്പെടുകയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. രാമായണയുടെ ആദ്യ ഭാഗം മാത്രം 90 കോടി ബജറ്റിലാണ് പുറത്തിറങ്ങുന്നത്. 700 കോടി ബജറ്റിലാണ് രണ്ടാം ഭാഗം പുറത്തിറങ്ങുക. അങ്ങനെ 2 ഭാഗങ്ങൾക്കും ചേർത്ത് 1600 കോടി രൂപയാണ് ആകെ വരുന്ന ബജറ്റ്. ആദ്യ ഭാഗത്തിന് വേണ്ടി നിർമ്മിച്ച സെറ്റുകൾ രണ്ടാം ഭാഗത്തിലും ഉപയോഗിക്കാമെന്നതാണ് രണ്ടാം ഭാഗത്തിന്റെ ബജറ്റ് 200 കോടി കുറയാൻ കാരണവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടും താരങ്ങളുടെ പ്രതിഫലവും ചർച്ചയാകുന്നുണ്ട്. ആഗോള പ്രേക്ഷകരടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കുന്ന ഈ ചിത്രം സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടു പോകില്ലെന്നാണ് അണിയറ പ്രവർത്തകരും ഉറപ്പു നൽകുന്നത്. 2026 ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും 2027 ദീപാവലിക്ക് രണ്ടാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.